ഓം ശാന്തി. സർവകാര്യങ്ങൾക്കും സെക്കൻഡിൽ ബിന്ദുവിട്ട് ഞാൻ സ്വയം ബിന്ദുവാകുന്നു. ബിന്ദുവായി എൻ്റെ വീടായ പരമധാമത്തിലേക്ക് ഞാൻ പറന്നുയരുകയാണ്. അതിപ്രിയ ശിവബാബയുടെ അരികിലേക്ക് ഒരു തേജസ്വി ജ്യോതിബിന്ദുവായി ഞാൻ ബിന്ദുക്കളുടെ വദനത്തിൽ പരമധാമത്തിലെത്തുന്നു. അനന്തമായ പരമധാമത്തിൽ മുഴുവനും സ്വർണ്ണച്ചുവപ്പുള്ള കിരണങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ സത്യമായ വീട്. ശിവബാബയുടെ നിവാസ സ്ഥാനമാണിത്. ഞാൻ ബിന്ദു ആത്മാ, സുപ്രീം ബിന്ദു ശിവബാബയുടെ സന്മുഖത്തിലാണ്. ഞാൻ ആത്മാ ജ്ഞാനസാഗർ ശിവബാബയുടെ അനന്ത ജ്ഞാനധാരയുടെ കീഴിലാണ്. ഞാൻ പരമാത്മാ ദിവ്യജ്ഞാനത്തെ സ്വയം തന്നിൽ സമാഹരിക്കുന്നു. ദിവ്യജ്ഞാനത്താൽ ഞാൻ ഭർപൂറാകുന്നു. ഞാൻ ആത്മീയ മേഘമാകുന്നു. പരമാത്മാ ദിവ്യജ്ഞാനം ഞാൻ സ്വയം തന്നിൽ നിറയ്ക്കുന്നു. ഞാൻ ആത്മാ ജ്ഞാനാമൃതം നിറഞ്ഞ ആത്മീയ മേഘമാണ്. ആത്മീയ മേഘങ്ങൾക്ക് മുഴുവൻ വിശ്വത്തിലേക്കും ജ്ഞാനവർഷം ചെയ്യണം. ഈ ശ്രേഷ്ഠ ലക്ഷ്യത്തോടെ ഞാൻ ആത്മാ പരമധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്യുന്നു. ആത്മീയ മേഘമായി സൃഷ്ടിയുടെ വായുമണ്ഡലത്തിൽ പ്രവേശിക്കുന്നു. ഞാൻ ഫരിസ്ത ആത്മീയ മേഘമായി ഭൂമിയുടെ ഗ്ലോബിന് മുകളിലിരിക്കുന്നു. സത്യപരമാത്മജ്ഞാനത്തിൻ്റെ ദാഹികളായ ആത്മാക്കളെ കാണുന്നു. ഛാത്രക പക്ഷിയെ പോലെ ഒരു തുള്ളി ജ്ഞാനത്തിനായി മുകളിലേക്ക് നോക്കിയിരിക്കുന്നു. ആത്മീയ മേഘങ്ങളെ കാണുമ്പോൾ ഞാൻ ആത്മാക്കളിൽ ആശയുടെ കിരണങ്ങൾ ജാഗൃതമാകുന്നു. എനിക്ക് ഈ സർവദാഹി ആത്മാക്കളുടെ ദാഹം ശമിപ്പിക്കണം. സർവർക്കും സത്യപരമാത്മജ്ഞാനാമൃതം നൽകണം. ഓരോ ആത്മാവും ഛാത്രക പക്ഷിയെപ്പോലെ ജ്ഞാനാമൃതത്തിൻ്റെ ഓരോ തുള്ളിയും തന്നിൽ സ്വീകരിക്കുന്നു, തൃപ്തമാകുന്നു, സ്വയം സന്തുഷ്ടമാകുന്നു, ആനന്ദമനുഭവം ചെയ്യുന്നു. ഞാൻ ബുദ്ധിയിൽ ജ്ഞാനം നിറച്ച് വർഷിക്കുന്നു. സേവാധാരിയായി ബാബയുടെ സ്നേഹസ്മരണകൾ നേടുന്നു. വ്യർത്ഥമായ ദേഹാഭിമാനമുണ്ടെങ്കിൽ നിറഞ്ഞ കാർമേഘങ്ങൾ പറന്നു പോകുന്നു. ബാബയോട് സ്നേഹമില്ലെങ്കിൽ, ഓർമ്മിക്കുന്നില്ലെങ്കിൽ കാലിയായ മേഘം പോലെ മറ്റുള്ളവരുടെ മംഗളം ചെയ്യാൻ സാധ്യമല്ല. ജ്ഞാനമേഘങ്ങൾ സ്വയം റിഫ്രഷായി
മറ്റുള്ളവരുടെ മേലെ പോയി വർഷിക്കുന്നു. സാഗരമായ ബാബയിൽ നിന്നും ജ്ഞാനം നിറച്ച് വർഷിക്കുന്നു. ശാന്തിയുടെ സ്ഥാപന ചെയ്യുന്നതും ഒരേ ഒരു ശ്രേഷ്ഠാചാരിയായ ലോകമുണ്ടാക്കുന്നതും ഒരു ബാബയുടെ മാത്രം കർത്തവ്യമാണ്. ഞാൻ മറ്റെല്ലാ സംഘത്തിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തി വീടിനെയും ബാബയെയും മാത്രം ഓർമ്മിക്കുന്നു. ഈ മൃത്യുലോകത്തിൽ നിന്നും അമരലോകത്തിലേക്ക് പോകുന്നതിനു വേണ്ടി ഞാൻ അമര കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സമ്പൂർണ്ണ നിർവികാരിയായി മാറണം. ഇതാണ് മുഖ്യമായ ആദ്യത്തെ ഗുണം. ഞാൻ ബാബയെ ഓർമ്മിച്ച് ജന്മാന്തരങ്ങളിലെ പാപത്തെ നശിപ്പിക്കുന്നു. ബാബ സഹജമായ വഴി പറഞ്ഞു തരുന്നു. മന്മനാഭവ. ബാബയോടൊപ്പം സ്നേഹമില്ലാത്തവനും യോഗമില്ലാത്തവനും ശൂന്യമായ കാർമേഘത്തിന് സമാനമാണ്. അനാവശ്യമായ ദേഹാഭിമാനത്തിൽ വരുമ്പോൾ എന്നേക്കുമായി ഉയർന്ന പദവി നഷ്ടപ്പെടുത്തുന്നു. ഞാൻ സത്യമായ സേവനം ചെയ്ത് മനുഷ്യരെ ദേവതയാക്കി മാറ്റുന്നു. ഭ്രഷ്ടാചാരികളെ ശ്രേഷ്ഠാചാരിയായി മാറ്റുന്നു. ബാബ നിർദ്ദേശം നൽകുകയാണ്. ബന്ധനമുക്തരായി ഭാരതത്തിൻ്റെ സത്യമായ സേവനം ചെയ്യണം. ആത്മീയ സേവനം ചെയ്ത് മനുഷ്യരെ ദേവതയാക്കി മാറ്റണം. ഞാൻ ആത്മീയ ലഹരിയിൽ കഴിയുന്നു. നിശ്ചയ ബുദ്ധിയായി മാറി അവസ്ഥയെ ഉറപ്പുള്ളതാക്കുന്നു. എല്ലാവരിൽ നിന്നും ബുദ്ധിയെ വേർപെടുത്തി ഒരു ബാബയുമായി യോജിപ്പിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. പറയുന്നതും പ്രവർത്തിക്കുന്നതും സമാനമാക്കി ഒന്നാം തരം സേവനം ചെയ്യുന്ന സത്യമായ സേവാധാരിയാകുന്നു. പറയുന്നത് എളുപ്പമാണ്, ചെയ്യുന്നതിൽ പരിശ്രമമാണ്. മറ്റുള്ളവരോട് പറയുകയും സ്വയം ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഡിസർവീസ് കാണപ്പെടും. എത്ര തന്നെ സേവനങ്ങൾ ചെയ്താലും ഒരു ചെറിയ തെറ്റ് എല്ലാ സേവനങ്ങളെയും ഇല്ലാതാക്കുന്നു. ആദ്യം സ്വയത്തിൽ അറ്റൻഷൻ വെക്കുന്നു, അപ്പോൾ സത്യമായ സേവാധാരിയാകുന്നു. അനേകതയിൽ ഏകത കൊണ്ടുവരിക, മോശമായതിനെ നല്ലതാക്കുക എന്നിവയാണ് ഏറ്റവും വലിയ വിശേഷതകൾ. ഓം ശാന്തി.